ക്ലീൻ ആയിട്ട് കേൾക്കാല്ല. കേക്കാം. ഓക്കെ. അപ്പം ബിബിൻ, നമ്മള് സൂസു സൂസു എന്നാ വിളിച്ചോണ്ടിരുന്നത് ബിബിൻ. ഞാനിപ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിൽ കയറി നോക്കിയിട്ട് ബിബിൻ എന്നുള്ള പേര് കണ്ടുപിടിച്ച് എഴുതി വെച്ചേക്കണേ. മറന്നു പോയി. ഈ സൂസു സൂസു എന്ന് വിളിച്ചേ. അതെ അതെ അതെ, അത് കുഴപ്പമില്ല. അതെ, എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ഫാമിലിയൊക്കെ എല്ലാരും വെളിയിലിട്ട് പൂട്ടിയേക്കണോ? അല്ലല്ല, ഒരാള് അകത്ത് പോയി. ഇവിടെ ഉണ്ട് എല്ലാരും. ആണല്ലേ. എന്തുണ്ട് പിന്നെ വർക്കും കാര്യങ്ങളൊക്കെ? സുഖമായിട്ട് പോകുന്നുണ്ട്. വർക്ക് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. 5 മണി വരെ ഉണ്ടായിരുന്നു വർക്ക്. ആണല്ലേ. അപ്പം സൂസു എന്നാണ് ട്രേഡിംഗിലേക്ക് വന്നത്? എത്ര നാളായി ട്രേഡിംഗ്? ഞാൻ ട്രേഡിംഗിൽ വന്നിട്ട് ഒരു 2 കൊല്ലായി. 2 കൊല്ലം. അതെ അതെ. അതിന്റെ ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു തുടക്കത്തില്? ആദ്യം തുടക്കത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു ഫ്രണ്ട് അറൗണ്ട് ഒരു 1.5 ലക്ഷം നമ്മളെ AED ദർഹംസ് കൊണ്ട് കളഞ്ഞായിരുന്നു ട്രേഡിംഗിൽ. മീൻസ് അങ്ങനെയല്ല, ഒരാൾ ട്രേഡ് ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞോണ്ട് അങ്ങനെ ഒരു 1.5 ലക്ഷം ദർഹംസ് കൊണ്ട് കളഞ്ഞായിരുന്നു. അപ്പൊ എന്റെ ക്രെഡിറ്റ് കാർഡൊക്കെ വെച്ചാണ് പുള്ളിക്കാരൻ എന്റെ കയ്യിൽ നിന്നൊക്കെ ഒരു 30,000 AED കടമൊക്കെ മേടിച്ചാണ് അതൊക്കെ കൊടുത്തത്. മീൻസ് മാർക്കറ്റ് അവർ വിളിച്ചുകൊണ്ടിരിക്കുക, എന്റെ ഫ്രണ്ട് വെച്ച് തന്നെ ഇങ്ങനെ മാർക്കറ്റ് താഴെ പോയിക്കൊണ്ടിരിക്കുക, ഇപ്പൊ തന്നെ പൈസ ഇടണം, പൈസ ഇട്ട് കഴിഞ്ഞാൽ മാർക്കറ്റ് തിരിച്ചു വരും, ആ പൈസ നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇട്ട എല്ലാ പൈസയും പോകും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് അവര് എന്റെ ഫ്രണ്ട് വെച്ച് വിളിക്കുക. അപ്പൊ പുള്ളിക്കാരന്റെ പേര് ഞാൻ പറയുന്നില്ല. അപ്പം പുള്ളിക്കാരൻ എന്റെ ഒരു ക്രെഡിറ്റ് കാർഡ് 30,000 ആണ്, ഫുള്ളും കൊണ്ടുപോയി അതൊക്കെ കൊടുത്ത് അങ്ങനെ അറൗണ്ട് 1 ലക്ഷം ദർഹംസോളം പുള്ളിക്കാരൻ കൊടുത്തപ്പോ ഞാൻ ആ സമയം വിചാരിച്ചിട്ടിരുന്നത് ഇത് ഫുൾ സ്കാം ആണ്. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഫുൾ സ്കാം. നമുക്ക് അറിയത്തില്ലല്ലോ ട്രേഡിംഗ് എന്താ. ആദ്യമായിട്ട് അതാണ് എന്റെ ഒരു ഫസ്റ്റ് കേൾക്കുന്ന ഒരു അറിവാണ്, ട്രേഡിംഗ് ഒരു സ്കാം ആണ്. അങ്ങനെയൊക്കെ വിചാരിച്ചാണ് ഇരുന്നത്. അപ്പൊ പിന്നെ ഞാൻ കുറെ ഇൻസ്റ്റാഗ്രാമില് ഈ കോടികളൊക്കെ ഉണ്ടാക്കുന്നു, ഫെറാറി എടുക്കുന്നു, അതെടുക്കുന്നു, അപ്പൊ ഇവൻ എങ്ങനെ പെട്ട്, അങ്ങനെ അതിനെ കുറിച്ച് ഞാൻ അതിന്റെ പുറകെ പോകാൻ തുടങ്ങിയിട്ടാണ് ഇഷ്ടംപോലെ സ്ട്രാറ്റജീസ്, മറ്റേ എലിയോട്ട് വേവ്, അത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും. ഏതാ ഇലിയോട്ട് വേവ്, ABCD അതൊക്കെ പഠിച്ചായിരുന്നു. എന്തുണ്ടാക്കാനോ അല്ല, ഉണ്ടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, നമുക്ക് അതിനെ കുറിച്ച് ഒരു പിടിയില്ല. നമ്മളിങ്ങനെ ഡെമോ എടുക്കുക, ഡെമോയിലിട്ട് ABCD അടിക്കുക, പിന്നെ എന്റെ സ്വന്തം പൈസ തന്നെ ഇട്ട് അടിക്കുക, അങ്ങനെയൊക്കെ പോയി. എങ്ങനെ തപ്പി ഇഷ്ടംപോലെ ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ കുറെ ട്രേഡിംഗിന്റെ ഗ്രൂപ്പ്, രാജാ ബാങ്ക്സ്, പിന്നെ ഉമർ അഷ്റഫ്, അങ്ങനെ കുറെ പേര് ഗ്രൂപ്പൊക്കെ ഞാൻ എടുത്തിട്ടായിരുന്നു. എല്ലാരും ഉണ്ട്. അങ്ങനെയാണ് ഇത് തപ്പി മലയാളത്തില് ഏതെങ്കിലും ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടോ നോക്കിയത്. അങ്ങനെയാണ് FX മള്ളുവിന്റെ യൂട്യൂബ് വീഡിയോ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അല്ല, വീട്ടിൽ അറിയത്തില്ലല്ലോ ആ സമയം. വോയിസ് ഞാൻ ഒറ്റയ്ക്കായിരുന്നു, സിംഗിൾ റൂം. ആ സമയം ഇവിടെ ഒറ്റയ്ക്കായിരുന്നു ഞാൻ. ഇപ്പൊ അറിയാം, പൈസ പോയതെല്ലാം അറിയാം. പിന്നെ എനിക്കുള്ളൊരു പ്ലസ് പോയിന്റ്, അവള് ജോലിയുണ്ട്, എനിക്ക് ജോലിയുണ്ട്. ഞാൻ ജോലി ചെയ്യുന്നത് മൊത്തം എനിക്ക്, അവള് ജോലി ചെയ്യുന്നത് മൊത്തം അവൾക്ക്. അവളെ പൈസ ഞാൻ ചോദിക്കാറില്ല, എന്റെ പൈസ അവള് ചോദിക്കാറില്ല. അതെ അതെ അതെ. അപ്പൊ എന്റെ പൈസ മൊത്തം അങ്ങനെ പോവും, പിന്നെ വരും, അത്രേ ഉള്ളൂ. പിന്നെ അവള് ഉള്ള കാര്യങ്ങളൊക്കെ നോക്കി എടുത്ത് നടക്കുക. അടിപൊളി. അപ്പം പിന്നീട് ഈ പെയ്ഡ് ആയിട്ട് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടായിരുന്നോ? മെന്റർഷിപ്പ് ആയിട്ട് വല്ലതും എടുത്തിട്ടുണ്ടോ വേറെ ആരെങ്കിലും? ഇല്ല, മെന്റർഷിപ്പ് ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല. മെന്റർഷിപ്പ് ആയിട്ട് എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മലയാളം ഇത് തന്നെ പുള്ളിക്കാരൻ കുറച്ച് റെക്കോർഡിംഗ് വീഡിയോസ് എനിക്ക് ഫ്രീ ആയിട്ട് അയച്ചു തന്നായിരുന്നു. അത് SMC ആയിരുന്നു. അതാരായിരുന്നു? പെയ്ഡ് വീഡിയോയോ? വീഡിയോസ് ഞാൻ ഒരു മലയാളി തന്നെ യൂട്യൂബിൽ കണ്ട് പരിചയപ്പെട്ടാണ്. പേര് പറയണോ? ചുമ്മാ പറഞ്ഞു, ഞാൻ കട്ട് ചെയ്തതാണല്ലോ. പേരൊന്നും മോശമല്ലയോ? എന്തായാലും എനിക്കറിയാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ പറയണ്ട. അപ്പൊ പിന്നെ അങ്ങനെ നമ്മളെടുക്ക വന്ന്
അങ്ങനെ ICT ഒക്കെ അപ്പൊ കുത്തിയിരുന്ന് പഠിച്ചായിരുന്നു. ഞാൻ നിങ്ങളുടെ യൂട്യൂബിൽ നിന്നാണ് നിങ്ങളുടെ ടെലിഗ്രാം ലിങ്ക് ഞാൻ എടുത്തത്. ഓക്കെ. അങ്ങനെ അവിടെ എത്തിപ്പെട്ട് അവിടെ പിന്നെ നിങ്ങള് ഒരു കുറഞ്ഞത് ഒരു 10 വട്ടെങ്കിലും പറഞ്ഞിട്ടുണ്ട് വീഡിയോസ് കാണുക, എഴുതിയെടുക്കുക. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് അതിന്റെ ഒരു മീൻസ് എവിടെയോ പോയിക്കൊണ്ടിരുന്ന ഒരു വഴി കൂടെ ഇങ്ങനെ അങ്ങനെ എത്തിപ്പെട്ടതാണ് ഒരു സ്ട്രൈറ്റ് വേയിലേക്ക്. ഓക്കെ. ഈ അങ്ങനെ നോട്ട്സ് ഒക്കെ എഴുതിയിട്ട് വല്ല ഗുണമുണ്ടായോ? ആ നല്ല ഗുണം ഉണ്ടായി. നല്ല ഗുണം എന്ന് വെച്ചാൽ ആ സമയം എനിക്ക് സൈക്കോളജി എനിക്ക് അറിയത്തില്ല. സൈക്കോളജിയാണ് ഇതിന്റെ വലിയ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത്. ആ സമയം നിങ്ങളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷവും ഞാൻ സ്ട്രാറ്റജി വീണ്ടും പല പല സ്ട്രാറ്റജി ഒക്കെ നോക്കിയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. നമുക്കറിയത്തില്ലല്ലോ, നമുക്ക് ഈ മാർക്കറ്റ് ഇങ്ങോട്ടൊക്കെ പോകുന്ന ആ സമയം അതുവരെ നമുക്ക് ഏതാണ് ഒരു 100% കിട്ടുന്ന സ്ട്രാറ്റജി അതിന്റെ പുറകെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഈ സൈക്കോളജിയുടെ പുറകെ ഞാൻ പോയിട്ടില്ല. മാർക്കറ്റ് പ്രഡിക്റ്റ് ചെയ്യാൻ പോയിട്ട് വല്ലതും കിട്ടിയിട്ടുണ്ടോ? മാർക്കറ്റ് പ്രെഡിക്റ്റ് ചെയ്യാനോ? അതൊക്കെ ഒരു അതിലും പറയാൻ പോയി ഒരു 50-50% നമ്മൾ ചുമ്മാ അങ്ങ് പ്രെഡിക്റ്റ് ചെയ്യാം. ഇന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ പോകുന്നു പറഞ്ഞിട്ട് ചുമ്മാ ഒരു പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ട് ചിലപ്പോ പോകും, അതെടുക്കും, സ്ക്രീൻഷോട്ട് എടുക്കും, പോസ്റ്റ് ചെയ്യും. ഓക്കെ, കുറെ കൈത്തട്ടലൊക്കെ കിട്ടും. അത് മാത്രമേ നടക്കുന്നുള്ളൂ നാട്ടില്. അത് അങ്ങനല്ലേ, ഒരു 10 സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ 2 കറക്റ്റ് എടുക്കുക, അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, പോസ്റ്റ് ചെയ്യുക. പിന്നെ കുറെ പേഴ്സണൽ മെസ്സേജ് അയക്കും, എടാ ഇതെങ്ങനെ കിട്ടി, നമ്മള് പിന്നെ അങ്ങോട്ട് കുറച്ച് തള്ളും, ഇങ്ങനെയൊക്കെ കിട്ടി. എന്തേലും കാര്യം ഉണ്ടെങ്കിൽ കേട്ടില്ലേ? ആ എവിടെ ഒരു കാര്യമില്ല. പിന്നെയാണ് നമുക്ക് മനസ്സിലായത്. അതെ, ഏകദേശം എത്ര രൂപ കളഞ്ഞിട്ടുണ്ടാവും ട്രേഡിങ്ങിലോ? ട്രേഡിങ്ങിൽ വന്നിട്ട് ട്രേഡിങ്ങിൽ ഇപ്പം അറൗണ്ട് ഞാൻ കുറഞ്ഞത് ഇപ്പൊ ഒരു $11,000-12,000 കളഞ്ഞു കാണും. നല്ല കാര്യം. പണിയെടുക്കുന്നു കളയുന്നല്ലേ? പണിയെടുക്കുന്ന കളയുന്നു. അതെ അതെ അതെ. എന്നിട്ട് ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അതാണ്, അപ്പം ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ജോയിൻ ചെയ്തത്. അതെ, എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി ജോയിൻ ചെയ്യാൻ പറ്റില്ല. ആ സമയത്താണ് ഞാൻ എല്ലാം പൊട്ടി തകർന്ന് സീറോയിൽ മൈനസിലായിരുന്നത്. അപ്പൊ എനിക്ക് അത് ഭയങ്കര മിസ്സായി. അപ്പൊ നിങ്ങൾ വീണ്ടും ഈ ഒരു എത്ര സമയം എടുക്കും എന്ന് പറഞ്ഞ ഒരു മെന്റർഷിപ്പ് കഴിഞ്ഞിട്ട് അടുത്ത മെന്റർഷിപ്പ് തുടങ്ങാനായിട്ട് ഇത്ര സമയം എടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമം വരും. അത് അതാ പറഞ്ഞില്ലേ, അതിപ്പോ ഇപ്പം ഒരു മെന്റർഷിപ്പ് വന്നപ്പോ തന്നെ നമ്മൾ എന്ത് ചെയ്യാനാ, എനിക്കറിയാം ഓക്കെ ഇതാണ് എന്റെ സക്സസ് വേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായതും. പിന്നെ എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും ആദ്യത്തെ സ്റ്റുഡന്റ് ആണെന്ന് തോന്നുന്നു ജോയിൻ ചെയ്തത്. അതെ, ഞാൻ കണ്ടിന്യൂസ് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചോണ്ടിരിക്കുകയല്ലോ, എന്നിട്ട് ജോയിൻ ചെയ്തപ്പോഴും എന്താണ് ആ സൈക്കോളജി എനിക്ക് അപ്പോഴാണ് നിങ്ങളുടെ സ്റ്റെപ്സ് എനിക്ക് മനസ്സിലായത്. അതെനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ്. നിങ്ങൾ കണക്റ്റഡാന്ന് പറഞ്ഞു വന്നത് എനിക്ക് കണക്റ്റഡ് ആയത് എനിക്ക് ഇപ്പോഴാണ്. അതെ, നമ്മുടെ ആദ്യത്തെ ക്ലാസ്സും ലാസ്റ്റിലത്തെ ക്ലാസ്സും എല്ലാം കണക്റ്റഡ് ആണ്. അത് കണക്റ്റഡ്. അതെ 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 അതെ. പിന്നെ എങ്ങനെ പോകുന്നുണ്ട് കാര്യങ്ങൾ? ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊക്കെ പ്രോബബിലിറ്റി ആണ്. മാർക്കറ്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് കാര്യമില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞ ഒറ്റ ഒരു വാക്കുണ്ട് എന്റെ കയ്യിൽ. നിങ്ങൾ പറഞ്ഞ ഒറ്റ വാക്കുണ്ട്, പോണ ട്രെയിനിൽ ചാടി കയറുക എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് നിങ്ങൾ പറഞ്ഞ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്തോ? ഇപ്പൊ അതാണ് എന്റെ ഒരു പ്രഡിക്ഷൻ. അത്രേ ഉള്ളൂ, പോണ ട്രെയിനിൽ ചാടി കയറുക. നമുക്ക് ഇതിനകത്ത് ഇത്രയും $1 ബില്യൺ വർക്ക് ചെയ്യുന്ന മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ ഒരു ശിശു പോയിരുന്നു ട്രേഡ് ചെയ്യുന്നു, നമ്മൾ പറയാ അവരോട്ട് പോകും, എവിടെ വരാനാണ്? നമുക്ക് അതിനകത്ത് ഒന്നും ചെയ്യാനില്ല. അതിനകത്ത് നേരെ ഫോക്കസ് ചെയ്യുക, പ്രോബബിലിറ്റി വർക്ക് ചെയ്യുക, റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം ചെയ്യുക, അത് മുന്നോട്ട് ചെയ്തു പോവുക, അതിന്റെ ഡേറ്റാസ് എടുക്കുക, അത് വീണ്ടും വീണ്ടും നമ്മൾ എന്താണ് കത്തിയുടെ മൂർച്ച കൂട്ടുന്ന പോലെ വീണ്ടും വീണ്ടും മൂർച്ച കൂട്ടി ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അതെ അതെ, ഏറ്റവും നല്ല പ്ലസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ OB വരയ്ക്കുക, പണ്ടൊക്കെയാണ് OB വരയ്ക്കുക, അത് വരയ്ക്കുക, ഇത് വരയ്ക്കുക, FEG വരയ്ക്കുക. പിന്നെ ടൈം ഫ്രെയിം ആണെങ്കിൽ സ്വിച്ച് ചെയ്ത് അങ്ങോട്ട് പോകുമ്പോൾ 4 hour നോക്കുമ്പോൾ ചിലപ്പം ബുള്ളിഷ് ആയിരിക്കും, 1 hour നോക്കുമ്പോൾ ചിലപ്പോൾ ബിയറിഷ് ആയിരിക്കും, 5 minutes പോകുമ്പോൾ വീണ്ടും ബുള്ളിഷ്, കൺഫ്യൂഷൻ ആയി.
പക്ഷെ ഇപ്പോഴാണ് അതെ അതിലേക്ക് ഞാൻ എനിക്ക് ഒരു എന്തായാലും ഒരു 90% മേളിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. നല്ല ഇമ്പ്രൂവ്മെന്റ് വെച്ചാൽ ഇതാണ് സംഭവം, അതെ. അത്രേ ഉള്ളൂ. ഇത് കൂടുതൽ ഇനി ഇത് ഇത് നമ്മുടെ ഈ ക്ലാസ് പോലെ നിങ്ങൾക്ക് വേറെ ക്ലാസ് എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇല്ല ഇല്ല, ഞാൻ വേറെ ക്ലാസ്സിൽ ഞാൻ പോയിട്ടില്ല. പക്ഷെ എനിക്ക് ഇത് തന്നെ ധാരാളം. അത് മാത്രമല്ല, ഇതല്ലാണ്ട് ഇനി ഇതിൽ കൂടുതൽ ഇതിന് ട്രേഡിംഗിൽ നിന്ന് ഇനി മനസ്സിലാക്കാൻ വല്ലതുണ്ടോ? എനിക്ക് ഇനിയൊന്നും ഇല്ല. വേറെ എന്നിട്ട് പുറകിൽ ഞാൻ പോകത്തില്ല. കഴിഞ്ഞു, ചാപ്റ്റർ ക്ലോസ്. അത്രേ ഉള്ളൂ. ഇതിനകത്ത് ഈ അലഞ്ഞ് പോകുന്നവരാണ് ഇനി ഇതിന്റെ പുറകിൽ അലഞ്ഞു പോകുന്നത്. ഇപ്പൊ ഒരു ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഫോക്കസ് ചെയ്യാന്നുള്ളത്. അതെ ആ അതെ ഒരു അതെ ബിസിനസിന് ഒരു സിസ്റ്റം ഉണ്ടാവും. ആ സിസ്റ്റം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത്. അല്ലാണ്ട് നമ്മൾ പിന്നെ അടുത്ത കാര്യങ്ങൾ അതിന്റെ പുറകിൽ കണ്ടുപിടിച്ച് പോയാൽ ഇതൊരു തീരാ കടല. ഈ കടലില് സ്രാവുണ്ട്, ചെറിയ ചെറിയ മീനുകളുണ്ട്, അതൊക്കെ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. കടലില് ഉപ്പ് ഉണ്ടാവും. നിങ്ങൾ ഉപ്പ് വാരി പിടിച്ച് സൈഡിൽ ഇരിക്കും. നിങ്ങൾ ഇടയ്ക്കിട്ട് ഒരു മറ്റേ റീൽസ് ഞാൻ കണ്ടായിരുന്നു, മറ്റേ ജോയ അലിക്കോസിന്റെ. പുള്ളിക്കാരൻ മരിച്ചു പോയാൽ എന്ത് ചെയ്യും? ആരും മരിച്ചു പോയാലും ഒരു കുഴപ്പമില്ല, സിസ്റ്റം അവിടെ ഉണ്ട്. അതെ, ഇപ്പം ബ്രോ നമ്മുടെ ഈ സിസ്റ്റം ബ്രോയുടെ പയ്യന് പഠിപ്പിച്ചു കൊടുത്താൽ അവന് ചെയ്തോളൂ. ഇതാണ് അതെ സിസ്റ്റം. അതെ ഇതിൽ അതെ അതെ കൂടുതലൊന്നും ഇല്ല. അതിപ്പോ അതെ അതെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതിപ്പം ബ്രോ ഇപ്പൊ 1900-ലെ ചാർട്ടുകൾ പോയി നോക്കിയാൽ ഇത് തന്നെ സംഭവിക്കുന്നത്. കാൻഡിൽ സ്റ്റിക് പാറ്റേണുകളെല്ലാം ഇങ്ങനെ മൂവ് ചെയ്യുള്ളൂ. അല്ലാണ്ട് വേറെ ഇതിനകത്ത് മാജിക് ഒന്നുമില്ല. അതെ 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 ഈ ഒരു ഐഡിയ, ട്രേഡേഴ്സ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള ഐഡിയ ആണ് നമ്മുടെ നാട്ടിൽ ആർക്കും ഇല്ലാത്തത്. നമ്മുടെ നാട്ടിൽ നല്ല പൊതുവെ ആർക്കും ഇല്ലാത്തത്. അതെ അതെ എന്താണ് ഈ ഒരു ഐഡിയ? എല്ലാരും നമ്മളെ അതെ 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 നമ്മളിപ്പോ എന്താണ് സ്കൂളിലും അങ്ങനത്തെ മെന്റാലിറ്റിയാണ്. അതെ, അതാണല്ലോ പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. അതെ അതെ അതാണ് മാജിക് ആയിട്ട് ആൾക്കാരിലേക്ക് എത്തുന്നത്. പൈസ ഉണ്ടാക്കാം, പെട്ടെന്ന് ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ. ഇപ്പം അത് നമ്മൾ ഒരിക്കലും നോക്കുകയാണെങ്കിൽ, നടക്കത്തില്ല. അതെ, നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ എന്താണ് നമ്മുടെ സ്കൂള് മുതലേ നമ്മൾ എന്താണ് ജയിക്കണം എന്നാണ് പഠിപ്പിച്ചേക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും കാര്യം എന്ന് പറയുന്നത് ഫെയിലിയർ എങ്ങനെ മാനേജ് ചെയ്യാൻ പഠിക്കണം എന്നുള്ളത്. അല്ലാണ്ട് അതെ അതെ നമ്മൾ എങ്ങനെ ജയിക്കുന്നു എന്നുള്ളതിനകത്തല്ല ഇത് കാര്യം. എല്ലാം പ്രോബബിലിറ്റിക്കലി മാത്തമാറ്റിക്കലി നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ള കാര്യമാണ്. അതെ 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 കറക്റ്റ്. അതെ 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 അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഈ വർഷം നമ്മുടെ ട്രേഡുകളെല്ലാം എത്ര പെർസെന്റേജ് വൈസ് ബ്രോയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു? ഞാൻ നോക്കുകയാണെങ്കിൽ അതെ പറഞ്ഞു. അല്ല, ഈ വർഷം നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം യൂറോ USD പിന്നെ ഗോൾഡ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്. അതെ, പിന്നെ മെയിൻ പ്രശ്നം ഞാൻ ഗോൾഡിലേക്ക് തന്നെ മാറിയല്ലേ? ഇപ്പൊ ഞാൻ ഗോൾഡ് മാത്രമേ നോക്കുന്നുള്ളൂ, യൂറോ USD നോക്കുന്നില്ല. അതെ, ബ്രോയ്ക്ക് ഡ്യൂട്ടിയുടെ ഇടയിൽ എടുക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് സിമ്പിൾ അല്ല പരിപാടി. അതെ അതെ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് അതാണ് ഇത് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ മൊബൈൽ മാത്രം വെച്ചാണ് ഞാൻ എന്നിട്ടും ഈ സെറ്റപ്പ് ഒക്കെ ഞാൻ എടുക്കുന്നത്. ഞാൻ ലാപ്ടോപ്പോ എന്റെ ടാബോ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് എനിക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് മൊബൈൽ മാത്രം നോക്കിയാണ് ഞാൻ ഇത് എടുക്കുന്നത്. എന്നിട്ട് ഈ വർഷം എത്ര പെർസെന്റേജ് ഉണ്ടായിരുന്നു? കണ്ടല്ലോ, ഞാൻ എന്നെ അയച്ചതല്ലോ. എടുത്തത് മാത്രം 176 ആണ് എടുത്തേക്കുന്നത്. അതെ അതെ 1:3 അല്ലേ ബ്രോ? ഫുള്ള് ട്രേഡുകൾ 1:3 മാത്രം നമ്മുടെ 1:3 ആണ്. പിന്നെ ബി ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല, ഒന്നി SL അല്ലെങ്കിൽ GP. അതെ 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 ഇതിനകത്ത് എത്ര പെർസെന്റേജ് ഒക്കെ അക്കൗണ്ടിൽ കയറ്റിയിട്ടുണ്ട്? അക്കൗണ്ട് കയറ്റിയത് ഇപ്പൊ നമ്മളെ ക്ലാസ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ഫണ്ടഡ് അക്കൗണ്ട് പാസ്സായി. അത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നായിരുന്നല്ലോ, അത് പാസ്സായി. പിന്നെ ഞാന് ഒരു $92 ഇട്ട് ഒരു $372 ആക്കിയായിരുന്നു. $92 ഇട്ടിട്ട് $92 ഇട്ട് അത് ഞാൻ മറ്റേ നമ്മളെ ജിഷ്ണു ബ്രോയോട് പറഞ്ഞായിരുന്നു. അല്ല, നിങ്ങളോട് പറഞ്ഞു തോന്നുന്നു. പിന്നെ അത് വിട്രോൾ ചെയ്ത് അതെ അതെ അത് ഞാൻ പിന്നെ അതെ അതെ അപ്പൊ ഞാൻ അത് ഇപ്പൊ വിട്രോൾ ചെയ്തോണ്ട് ഇപ്പൊ വീണ്ടും ഞാൻ ഒരു 100K ഫണ്ടഡ് അക്കൗണ്ട് എടുത്തു. അത് ഇത്ര ഞാൻ അതിൽ 1-2 ട്രേഡ് എടുത്തിട്ടുള്ളൂ. ഇനി ഞാൻ ഇപ്പൊ നമുക്ക് January 15th മീൻസ് നാളെ തൊട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യും പ്രോപ്പർ ആയിട്ട്. അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടതുപോലെ ഇപ്പം ഈ ഫണ്ടഡ് അക്കൗണ്ടിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ബ്രോയ്ക്ക് അറിയാലോ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്.
അറിയാം. നമുക്ക് ഇതിനകത്ത് വരുന്ന ലോസുകൾ എത്രയാണെന്നും നമുക്ക് ഇതിനകത്ത് വരുന്ന കൺസിസ്റ്റന്റ് വിന്നുകൾ എത്രയാണെന്നും ഒക്കെ നമുക്കറിയാം. സോ ഈ ഫണ്ട് അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് ചിലപ്പം നമ്മുടെ ലൂസിംഗ് സ്ട്രൈക്ക് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ലോസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. സോ ഓരോ ട്രേഡ് എടുക്കുന്ന പോലെയാണ് ഓരോ ഫണ്ട് അക്കൗണ്ട് എടുക്കുന്നത്. പാസ്സാവാതിരിക്കാം. വൺസ് പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ എടുത്തതിന്റെ പൈസയൊക്കെ തിരിച്ചു പിടിക്കാവുന്ന കാര്യം. പക്ഷെ സൈക്കോളജി അക്സെപ്റ്റ് ചെയ്യാൻ മനസ്സിലാവണം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലുണ്ടാവണം. എപ്പോഴും ഒരു റിയൽ അക്കൗണ്ടിന്റെ ആ ഒരു ഗുണം നമുക്ക് ഫണ്ടഡ് അക്കൗണ്ടിൽ നിന്ന് കിട്ടില്ല. നമ്മളിപ്പോ ഒരു പ്രൊഫഷണലി ഇതിനെ ചിന്തിക്കാൻ നോക്കണം. ഈ ഫണ്ടഡ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ബിസിനസ്, അവർക്ക് പൈസ കിട്ടാൻ വേണ്ടിട്ട് ചെയ്യുന്ന പരിപാടികളാണ്. റിയൽ അക്കൗണ്ടിന്റെ ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ കാശ് നമ്മൾ പ്രോഫിറ്റ് എടുത്താൽ നമുക്ക് അപ്പൊ വിഡ്രോ അടിക്കും. അല്ലാണ്ട് നമ്മൾ ആരുടെയും ഇത് നോക്കി പേ ഔട്ട് നോക്കി ഇരിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് അതിന്റെ വ്യത്യാസം. അപ്പം അതിനി അങ്ങനെ മുന്നോട്ട് പോട്ടെ. എന്തായാലും ഇതില് എനിക്ക് ഒരു ഈ പ്രോപ്പർ വേ നമുക്കുണ്ടെങ്കിൽ എനിക്ക് ഇതിൽ സക്സസ് ആവാൻ പറ്റുമെന്ന് എനിക്കൊരു ഇതുണ്ട്. എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇതിന് ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. ഇപ്പൊ ബ്രോ ഇപ്പൊ ഈ ആ ഒരു അക്കൗണ്ട് പാസ്സാക്കിയതും ആ ഒരു ഫണ്ട് എടുത്തതും ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോവാം. ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ മുന്നോട്ട് പോവാന്നുള്ളതാണ്. ഇതിനകത്ത് നമ്മൾ എന്ന് മാറുന്നു അന്ന് നമ്മളുടെ അക്കൗണ്ടുകളുടെ ഗ്രീൻ കളർ മാറും, അതുപോലെ റെഡ് ആവും. അതാണ് നമ്മളുടെ സിസ്റ്റം പ്രോപ്പറായിട്ട് എടുത്തു പോകാൻ പറ്റണം. ഇപ്പം ജോലി ഉണ്ടെങ്കിൽ തന്നെ ആ ജോലിയുടെ ഇടയിൽ ഇത് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ വർക്ക് പ്രഷർ വരാം. വർക്ക് പ്രഷർ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ പോയിട്ട് അനാവശ്യ ട്രേഡുകൾ എടുത്തിട്ട് കാര്യമില്ല. അതൊക്കെയാണ് നമ്മളെ ഇവിടെ അഫക്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതിലൊരു മൈൻഡ് സെറ്റ് ഞാൻ ഇതിൽ മാറ്റിയെടുത്തെന്ന് വെച്ചാൽ ഈ ഡ്യൂട്ടിയുടെ ഇടയ്ക്കും എടുക്കാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റ് ഞാൻ ഇപ്പൊ എടുത്തിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഞാൻ 1-ാം തീയതി ഞാൻ 3 ട്രേഡ് എടുത്തു. 3 ട്രേഡ് എനിക്ക് TP ആണ്. അതെ. അപ്പൊ നമ്മള് മുന്നോട്ട് ചെയ്തു പോവാ. ഇതിനകത്ത് നമുക്ക് ഇത് ഇപ്പൊ അടുത്ത വീക്കിൽ നമ്മൾ ഇത്ര പെർസെന്റേജ് വേണം എന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മുടെ എഡ്ജ് വെച്ച് മാർക്കറ്റ് എന്ത് വരുന്നു അത് അക്സെപ്റ്റ് ചെയ്തെടുക്കുക, മാറിയിരിക്കുക. അവിടെ വെല്ലുവിളി കഴിഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ട് വാഷായിട്ട് പോകും. ഇപ്പം റോക്കി നമ്മളുടെ ആ ഒരു വേയിൽ ഡിസിപ്ലിൻ എന്തുമാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ പല പ്രോഗ്രാം രീതിയിലാണല്ലോ നമ്മളുടെ സംഭവം ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ഡിസിപ്ലിൻ എങ്ങനെയാണ് ചേഞ്ച് ഉണ്ടായത്? ഡിസിപ്ലിൻ ഞാൻ പണ്ട് എടുത്തോണ്ടിരുന്ന ട്രേഡ്സ് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടോ 15-20 ട്രേഡൊക്കെ എടുക്കാറുണ്ട്. ആദ്യത്തെ 10 ട്രേഡ് പ്രോഫിറ്റ് ആയിരിക്കും, അടുത്ത വരുന്ന എല്ലാത്തിലും എല്ലാം പോകും. അങ്ങനെ പോയതാണ് എല്ലാ കാശും. ഇപ്പൊ നമ്മള് ലോസ് ആയാലും അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. മീൻസ് ഓക്കെ എനിക്കൊരു ആ സിസ്റ്റം എന്തുകൊണ്ടാണ് SL ആയതെന്നും ആ നമ്മളെ സിസ്റ്റത്തിൽ എടുത്താണ്ടാണ് നമുക്ക് അതിനൊരു വിശ്വാസമുണ്ട്. അതന്നെ നമുക്കറിയാം. ഇതിന്റെ നമുക്ക് ഇപ്പൊ നിങ്ങൾ ഒരു വർഷം സങ്കടമില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു മെയിൻ പ്ലസ് പോയിന്റ്. അതന്നെ SL അവിടെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. നമുക്കറിയാം നമുക്ക് ഇത്ര ലോസ് വരാൻ സാധ്യതയുണ്ട്, ഇത്ര ലോസ് ചിലപ്പോ അടുത്ത വർഷം നമ്മുടെ സാധ്യതകൾക്ക് പോലും അപ്പുറം വരാം. ഇത് ഒരു പ്രോബിലിറ്റി ഗെയിമാണ്. ഇത് ഈ നാളെ ഇപ്പൊ മഴ പെയ്യോ ഇല്ലയോ എന്നുള്ളത് ഭഗവാന് മാത്രമേ അറിയുള്ളൂ. ഭഗവാൻ ഉണ്ടെങ്കിൽ, അല്ലാണ്ട് നമുക്കറിയില്ല. പ്രവചിച്ചാലും ഇതൊന്നും നടക്കണമെന്നില്ല. പണ്ട് ഞാൻ പ്രവചിച്ചിട്ടുണ്ട് നാളെ എന്തായാലും മഴ പെയ്യും, അങ്ങനത്തെ ആയിരുന്നു മാർക്കറ്റ് പ്രഡിക്ഷൻ ഒക്കെ. ഇപ്പൊ ഉള്ള നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ഇൻസ്റ്റാഗ്രാം റീല് നോക്കി കാണുമ്പോ ബ്രോയ്ക്ക് എന്താണ് മനസ്സിലാവും? പഴയ കാര്യം ഓർത്ത് എനിക്ക് തന്നെ എന്നെ കാണുമ്പോ തന്നെ ചിരി വരുന്നുണ്ട്. ഞാൻ നിങ്ങളോട് എല്ലാവരും തുടങ്ങിയ സമയത്ത് പറഞ്ഞ ഓർമ്മയുണ്ടോ? നിങ്ങൾ ഇതെല്ലാം കണ്ട് ലാസ്റ്റിൽ ചിരിക്കുന്നു, റീലുകളും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഫോണിൽ നിന്ന് ചിരിക്കും. സത്യമാണ്. ഞാൻ പഴയ ഞാൻ പണ്ടെടുത്ത ട്രേഡ്സ് ഒക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തായിരുന്നു. അപ്പം ലൈനൊക്കെ ഇട്ടു ആ മാർക്കറ്റ് നാളെ ഇങ്ങോട്ടൊക്കെ പോകുന്നു. ഇപ്പൊ എടുത്ത് ആക്കൊണ്ട് ഞാൻ ഒഴിവാക്കി. ഇപ്പൊ എടുത്ത് നോക്കുമ്പോണ്ടല്ലോ അയ്യോ ചാട്ട് കാര്യമില്ലെന്നേ. അത് ഇപ്പം നമ്മള് ആൾക്കാരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ പോയാലും നമ്മളെ നമ്മള് മണ്ടന്മാരെന്ന് പറയുള്ളൂ. ഇതാണ് നമ്മള് വൺസ് റിസൾട്ട് കാണിച്ചു കൊടുക്കുക. ഇപ്പൊ ഞങ്ങളുടെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് റിസൾട്ട് കാണിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു മെയിൻ. ഇപ്പം നമ്മളുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിന് ഇപ്പൊ 10 പേര് വന്നിട്ടുണ്ട്, 10 പേരും സാറ്റിസ്ഫൈഡ് ആണ്.
അവരുടെ സാഹചര്യങ്ങൾ വെച്ച് അവര് നല്ല രീതിയിൽ അത് മുന്നോട്ട് എടുത്തു പോകുന്നുണ്ട്. ഇപ്പം ആരെ എടുത്ത് വെച്ച് നോക്കിയാലും അവർക്ക് ഇനിയും വേറൊരു കോഴ്സ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല, വേറൊരു സംഭവം എടുക്കേണ്ട കാര്യം വരുന്നില്ല. ഉറപ്പായിട്ടില്ല. ഇനി അല്ല, ഇതിൽ വന്ന് ഇനി എടുക്കാൻ പോവുകയാണെങ്കിൽ പിന്നെ അവര് വിജയിക്കാനും പോകുന്നില്ല, സത്യമാണ്. അതിൽ ഇനി അവര് വീണ്ടും പോയിക്കൊണ്ടിരിക്കും, അതിന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കും. അതെ അതെ, ഞാൻ പറയുന്നില്ലേ, ഇപ്പൊ ഇതില് ഇപ്പം നമ്മൾ എടുക്കുന്നതിൽ ഇപ്പൊ നമുക്കിപ്പം 95-96% വിന്നുണ്ടെങ്കിലും ഇപ്പം എടുത്ത് പഠിപ്പിച്ചവരിലും ആണെങ്കിലും അതിനകത്ത് എല്ലാരും ഇത് ചെയ്യണമെന്നില്ല. നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതിൽ ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മളതാണ് ഇത്രയും സമയം എടുത്ത് ഓരോരുത്തരെ ഫോക്കസ് ചെയ്ത് അവരെ വിളിച്ച് അവരെന്താ എടുക്കാത്ത എന്താ ചെയ്യാത്ത അങ്ങോട്ട് ചോദിച്ച് ചെയ്യുന്നതിന്റെ കാരണം ഇതാണ്. അപ്പം അവർക്ക് ചിലരും ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് മാറിപ്പോകും. ഒരാൾക്ക് ഇപ്പൊ ആക്സിഡന്റ് പറ്റി കിടന്ന് പുള്ളിക്ക് എടുക്കാൻ പറ്റിയില്ല, സോ പുള്ളിക്ക് ഇനിയും സമയം പോയി, ഇനിയും പുള്ളി ആദ്യം മുതൽ എന്നല്ല ആ സാധനം ഇനിയും പ്രാക്ടീസ് ചെയ്യണം. ഇത് ഇപ്പം ബ്രോ അത് സൂക്ഷ്മമായിട്ട് ആ സാധനം എടുക്കുന്നത് എന്തുകൊണ്ടാണ്? 1 ഇയർ ആ സാധനം പോസ്റ്റ് ചെയ്യുന്നതിനകത്ത് ഈ സ്ക്രീൻഷോട്ട് എടുത്ത് ചെയ്യുന്നതിനകത്താണ് കാര്യം. ജേർണലിംഗ് എന്ന് പറയുന്ന സാധനം സക്സസ് ആയത്. അതെ, ആ ജേർണലിംഗ് എന്ന് പറയുന്ന സാധനം എന്തും വേണ്ടി നിങ്ങൾക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ എനിക്കൊരു സങ്കടമുണ്ട്, എനിക്കത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇനി ഞാൻ അത് അതിനി ചെയ്യണം, ചെയ്തേ പറ്റൂ, അത് മസ്റ്റാണ്. അതെ തന്നെ, ജേർണലിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇപ്പം നമ്മളുടെ ബ്രോ മറ്റേ സ്ക്രീൻഷോട്ടുകളെങ്കിലും എടുത്തു വെക്കുന്നുണ്ടല്ലോ, പേനയിൽ എഴുതി വെക്കാം, പേപ്പറിൽ എഴുതുന്ന ജേർണലും ഈ സ്ക്രീൻഷോട്ടുകളും ഇപ്പൊ ചാർട്ടിനകത്ത് ഞാൻ ഈ പറഞ്ഞോണ്ടിരുന്ന ഈ നമ്മളുടെ എന്താണ് സിസ്റ്റത്തിന്റെ സ്ക്രീൻഷോട്ടുകൾ എടുത്ത് നമ്മൾ സേവ് ചെയ്ത് വെക്കുക. ജേർണലിംഗിന്റെ കാര്യം വേറെ നിൽക്കട്ടെ, നമ്മളുടെ എഴുതുന്ന കാര്യം അത് വേറൊരു കാര്യമാണ്. എഴുതി പോവാന്ന് പറയുന്നത് അത് നമ്മൾ ഇമോഷനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സാധനം. നമ്മള് മിസ്റ്റേക്കുകൾ വരുത്തുന്നുണ്ട്, വീക്കെൻഡിൽ ആ ഇമോഷൻ എങ്ങനെ വർക്ക് ചെയ്തു എന്നുള്ളതിന്റെ കാര്യമാണ് നമ്മള്. പക്ഷെ ഈ ചാർട്ടിനകത്ത് ഐ ട്രെയിൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യം. അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഏതൊരു സിസ്റ്റം കിട്ടിയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അതിനകത്ത് ആ ടൈം കൊടുക്കണം, ടൈമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. അതെ കറക്റ്റ് ആണ്. അതെ. പക്ഷെ അന്ന് അത്രയും നിങ്ങൾ ഓരോ സ്ക്രീൻഷോട്ട് അയക്കാൻ പറയുന്ന സമയത്തും നമ്മൾ അയച്ചയച്ച് തന്നാണ്ട് ഇപ്പൊ എന്താ ഏത് പാതിരാത്രി എവിടെ കണ്ടാലും സാധനം കിട്ടും. അതാണ് നമ്മളിപ്പോ ആ റൈറ്റിംഗിന്റെ ജേർണലിനേക്കാളും കൂടുതൽ ഫോക്കസ് ചെയ്തതാ, ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത്. അതിലിപ്പോ നിങ്ങൾക്ക് ഭാവിയിലാണെങ്കിലും ചെയ്തു പോവാന്ന കാര്യമുള്ളൂ. പക്ഷെ ഈ സാധനം നമ്മൾ കൂടെ നിൽക്കുമ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ, പക്ഷെ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റൂല. ഞാൻ ഇതിനു വേണ്ടി തന്നെ ഞാൻ ഒരു ഗ്രൂപ്പ് എന്റെ വാട്സപ്പ് എന്റെ ഒരു നമ്പർ എടുത്ത് അതിന്റെ ഒരു വാട്സപ്പ് എടുത്ത് ഇത് കാണാവോ? കണ്ട പേര് കണ്ട ഗോൾഡ് മാത്രം, അതിന്റെ ഫുൾ കാര്യങ്ങളും ഉണ്ട്, കണ്ടോ? ഇത് ഫുൾ ഇതാണ് സക്സസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ ഇതിൽ ഡേറ്റും കാണാൻ പറ്റും കേട്ടോ. ഇതിൽ നമുക്ക് എഡിറ്റ് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതെ ഇതെല്ലാം ഉണ്ട്, എന്റെ അടുത്തുണ്ട്, സാധനങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് പ്രോപ്പർ ആയിട്ട് ഒന്ന് അലൈൻമെന്റ് ചെയ്ത് എനിക്കൊരു PDF ഒക്കെ ആക്കണമെന്നൊക്കെ ഉണ്ട്. അതെല്ലാം നമുക്ക് സാധനം കിട്ടിയാൽ മതി, സാധനം മനസ്സിലാക്കുന്നതാണ്. ഇപ്പം ഇതിനകത്ത് ആ ഒരു ഇമ്പോർട്ടന്റ് സാധനമാണ് ഈ നമ്മളുടെ ഈ ചാർട്ട് സേവ് ചെയ്ത് വെച്ച് ചാർട്ട് സേവ്. ഇപ്പൊ നമ്മൾ തുടക്കത്തില് വന്നപ്പോഴേ നമ്മൾ എല്ലാരോടും പറഞ്ഞ പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം കയറിയാൽ മതി, അല്ലാത്ത പണിയെടുക്കാൻ കിട്ടില്ല, ഒരു ആർക്കും കിട്ടത്തില്ല. എന്ത് കിട്ടാ ചുമ്മാ രാവിലെ എടുക്കുക, അതൊന്നും നടക്കുന്ന കാര്യമില്ല. അതെ നമ്മള് നല്ല രീതിയിൽ ഇതിനകത്ത് ഹാർഡ് വർക്ക്, ഈ പൈസ കണ്ടോണ്ട് ഇതിനകത്തോട്ട് വരരുത്. കൺഫേം പൈസ കണ്ടോണ്ട് വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മാർക്കറ്റ് അടിച്ചു തരും തലയിൽ. ഉറപ്പാണ്. അതെ, പൈസ കാണരുത്. ഇതിനകത്ത് നമ്മളുടെ സിസ്റ്റം പ്രോപ്പർ ആണോ ചെയ്യുന്നതെന്ന് മാത്രം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മതി. അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ അതാ ഫോക്കസ് ചെയ്യുന്ന. പണ്ട് പൈസ $100 ലോസ്, TP വയ്ക്കുന്ന ഒരു $300. ഓക്കെ, നമുക്ക് ആ 300 അതൊക്കെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇപ്പം PNL നോക്കാറില്ല. ഇപ്പൊ സിസ്റ്റം വരുന്ന എടുക്കുക, TP അടിച്ചാൽ ക്ലോസ് ചെയ്യും, കഴിഞ്ഞ്, അത്രേ ഉള്ളൂ.
ഇപ്പൊ നമ്മുടെ പ്രോഗ്രാമിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്തവർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതെ 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 ഹാർഡ് വർക്ക് ചെയ്യാത്തവർ ഇപ്പോഴും അവർക്കത് റിയലൈസ് ചെയ്തു എന്നുള്ളത്, അവർക്ക് തന്നെ അത് മനസ്സിലായി. കാരണം കൂടെ ഉള്ളവരെല്ലാരും സക്സസ് ആവുക. ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ എല്ലാരും സക്സസ് ആവും. അതിനകത്ത് സക്സസ് ആവാത്തവർ അവിടെ അവര് പണിയെടുത്ത് വരിക എന്നുള്ളതാണ്. നല്ല രീതിയിൽ എടുക്കുന്നുണ്ട്, എല്ലാവരും നല്ല രീതിയിൽ എടുക്കുന്നുണ്ട്. പിന്നല്ലാണ്ട് ഇപ്പൊ നമ്മളുടെ എന്താണ് അതിനകത്ത് നോക്കുകയാണെങ്കിൽ ബാക്കി എല്ലാവരും, എനിക്ക് എല്ലാവരുടെയും പേര് കിട്ടുന്നില്ല, എല്ലാരും മറ്റേ PS അങ്ങനെയൊക്കെ പേരിട്ട് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് പേരങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഇവരെല്ലാരും ഇപ്പം നമ്മുടെ ആകാശ് നല്ല അടിപൊളിയായിട്ട് എടുക്കുന്നുണ്ട്. അവൻ ഇതിനകത്ത് ടൈമില്ല എന്ന് പറഞ്ഞോണ്ടിരുന്ന ലാസ്റ്റ് അവൻ അതിനകത്ത് പണിയെടുത്ത് അവൻ ഗുഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കൂടെ പിടിച്ചില്ല. അല്ല, എനിക്ക് ആഘോഷം തോന്നുന്നു. ആഘോഷം UK പോകാൻ നിന്നതാണ്. UK പോകാൻ നിങ്ങളുടെ മെന്റർഷിപ്പ് നിങ്ങൾ തുടങ്ങിയാണ്ട് മാത്രം UK പോകാണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ നിന്നത്. അതെ അവനിപ്പോ ബാംഗ്ലൂരിലേക്ക് മാറുകയെന്ന് എന്താ പറയുന്നത്. ബാംഗ്ലൂരിലേക്കാ? ട്രെയിനിങ് മാത്രം ചെയ്ത് അവിടെ സെറ്റിൽ ആവാൻ പോവാന്ന് പറയുന്നത്. ഞാൻ തന്നെ നെട്ടിപ്പോ ഇതെന്ന് തോന്നുന്നു. UK പോകാൻ നിന്ന ആള് മെന്റർഷിപ്പ് തുടങ്ങുമ്പോ എവിടെ നിക്കുന്നേ? അത് നമ്മളെ ട്രസ്റ്റ് ചെയ്ത് വന്നവരൊക്കെ നമ്മൾ ചെയ്യാനുള്ളത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യം പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യാന്നുള്ളതാണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതിനുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ വർഷങ്ങളിൽ ഇരുന്ന് ചെയ്യിപ്പിച്ച് കഴിഞ്ഞ വർഷങ്ങളിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെയ്തു. നിങ്ങളുടെ അക്കൗണ്ടുകളിൽ ഇത് വരുത്തി. ഇനി ഇതിനകത്ത് ഡൗട്ട് എന്ന് പറയുന്ന സാധനം ഇങ്ങനെ വന്നോണ്ടിരിക്കും. ഇപ്പൊ നമ്മളുടെ പാറ്റേൺ റെക്കഗ്നീഷൻ ആണെങ്കിലും എന്നും ഈ പാറ്റേൺ ഒരുപോലെ വരണമെന്നില്ല, പല രീതിയിലായിരിക്കും വരുന്നത്. പക്ഷെ ആ സമയത്ത് ചിന്തകൾ മാറ്റാതെ അവിടെ എടുക്കുക എന്നുള്ളതാണ് മെയിൻ സാധനം. അതെ കറക്റ്റ് ആണ്. പിന്നെ എന്താണ് ഭാവി പ്ലാനുകളെ ഒന്നുമില്ല. ഇങ്ങനെ ഡ്യൂട്ടിയിൽ ഇടയ്ക്ക് എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കണം. ഇനി ഒരു 1 year കൂടെ പോട്ടെ. ഇതിൽ തന്നെ സക്സസ് ആവാൻ പറ്റുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും എല്ലാം ഒഴിവാക്കി. അതും കൂടെ എനിക്ക് ഏറ്റവും ഇതായിട്ട് പറയാനുള്ള കാര്യം ഇതാണ്. നമുക്ക് വേറെ സോഴ്സ് ഓഫ് ഇൻകം ഇല്ലാന്നുണ്ടെങ്കിൽ അതെ എനിക്ക് ആദ്യം ജോലിയൊക്കെ വിട്ടോണ്ട് ഇതിന് മാത്രം ഫോക്കസ് ചെയ്യാനായിട്ട് ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ എന്റെ മൈൻഡ് തോന്നി അല്ല, അത് ശരിയാകത്തില്ല, നമ്മളെ ഒരു കരിയർ വിട്ടുള്ള കളി വേണ്ടെന്ന് പറഞ്ഞു. അതെ നമുക്കൊരു ബിസിനസ് ഉണ്ടാവണം എപ്പോഴും. ഇതൊരു കരിയർ ആക്കാൻ പറ്റും. ഇപ്പോഴല്ല, നമുക്ക് നല്ലപോലെ സ്കെയിലിംഗ്, അക്കൗണ്ടിൽ നല്ലപോലെ സ്കെയിലിംഗ് ചെയ്യാൻ പറ്റി കഴിഞ്ഞു. മാർജിൻ മാർജിൻ വേണം, നല്ല രീതിയിൽ മാർജിൻ ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, ധൈര്യമായിട്ട് ചെയ്യാം. അതെ അല്ലാത്ത പക്ഷം ഇതാണ് ഞാൻ എപ്പോഴും ആൾക്കാരോട് പറയുന്നത്, വേറൊരു സോഴ്സ് ഓഫ് ഇൻകം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പൈസ വരണമെന്ന് ഫോഴ്സ് ചെയ്യും. നമ്മള് പെട്ടുപോയി ആവശ്യമില്ലാത്ത ട്രേഡുകൾ എടുക്കും. അതിനകത്തൊരു ഡിസിപ്ലിൻ ഉണ്ട്. നമ്മുടെ സിസ്റ്റം വന്നാൽ മാത്രമേ എടുക്കുള്ളൂ. അതിനകത്ത് നമ്മൾ വേണമെങ്കിൽ സിസ്റ്റം വരുത്തും, നമ്മൾ പോയി. അല്ല, ചിലവന്മാര് പറയണ കേൾക്കാം, നിങ്ങള് യൂട്യൂബില് ഞാൻ അതൊക്കെ കണ്ടത്, മറ്റേ 24 hours മാർക്കറ്റ് ആണ്, നിങ്ങൾക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ട്രേഡൊക്കെ എടുക്കാം. അതൊക്കെ എന്ത് ഉത്തരവാദിത്തത്തിലാണ് ഇതൊക്കെ പറയുന്നത്? ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്നതിന്റെ കാര്യം ഇതാണ്. ഇപ്പൊ ഏത് PNL കാണിച്ചവനും ട്രേഡ് പറ്റുന്നില്ല. ഞാൻ ഇഷ്ടംപോലെ കമന്റ് ഒക്കെ ഇട്ടായിരുന്നു. മറ്റേ ഇപ്പൊ ഇടയ്ക്ക് കുറച്ച് കയ്യിൽ ഒരു 2000 നോട്ടൊക്കെ വെച്ചോണ്ട് നിങ്ങൾ പകുതി പ്രോഫിറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് ബാക്കിയുള്ള മറ്റേ ഈ പൈസ ഒക്കെ തന്നാ മതി എന്ന് പറഞ്ഞിട്ട്, ക്ലാസിന്റെ ഫീസ്. ഒരു കാര്യമില്ല. നമുക്ക് അതിനെ സമയം കാണുള്ളൂ. ഇപ്പൊ നമുക്കാണേലും വരുന്ന ഹേറ്റ് ഇതായിരിക്കും. അല്ല, ചെയ്യാൻ ഇവരൊന്നും പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഒരു കാര്യമില്ല. അവര് പ്രൂവ് ചെയ്യാന്ന് വെച്ചാൽ എങ്ങനെ ചെയ്യാനാ? മെയിൻ ഇഷ്യൂ എന്താ പറയാ, ഇപ്പം ഈ ട്രേഡിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആൾക്കാര് ആദ്യം പോയി കാണുന്നത് ഈ ലംബോഗിനിയും പിന്നെ ഈ $1 million ഇങ്ങനെ പ്രോഫിറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പൊ ആൾറെഡി അവര് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അവര് പോയി പെടും. അവർക്ക് അറിയത്തില്ല സത്യത്തില്, നല്ലൊരു അവയർനെസ് ഇല്ല. ഇതിന്റെ അവയർനെസ് കിട്ടാൻ ഭയങ്കര പാടാ ഇതിനകത്ത്. ഇപ്പം കൂടുതലും ആൾക്കാര് ഇത് കിട്ടിയാൽ ഇത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മൈൻഡ് ആർക്കും ഇല്ലെന്നേ. നമ്മള് ഒരു കാര്യം അതെ കുറെ നാള് ഞാൻ തുടങ്ങിയ സമയത്ത് ഇതിന്റെ മെയിൻ സാധനം എന്താണെന്ന് പറഞ്ഞാല് ഇതാണ്, ലൈവ് ട്രേഡ് ചെയ്ത് കാണിക്കണം എന്നായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് വന്ന കാര്യം ഇതാണ്, PNL കാണിക്കണം എന്നുള്ളത്.
ഇതെല്ലാം ചെയ്താൽ നമുക്ക് ഇതിനകത്ത് വേറൊരാളെ പ്രോഫിറ്റബിൾ ആക്കി എടുക്കാന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള പണി. അല്ല ഇപ്പൊ നിങ്ങൾ പി എൻ എൽ കാണിച്ച, ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ നിങ്ങൾ പി എൻ എൽ കാണിച്ചാൽ ഒരു $300-400 ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഒരുത്തരും വരത്തില്ല. നിങ്ങൾ കാണിക്കണ $1 million ഇങ്ങനെ പല 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 ഓടണം. അതെ എന്നാലും business വരും. ഞാനതുകൊണ്ടല്ലേ കഴിഞ്ഞ ഈ എന്റെ റിട്ടേൺ തിരിച്ചു വന്ന സമയത്ത് ഒരു $4,000 അക്കൗണ്ട് ഞാൻ 4,000 ആയിരുന്നു 2,000 ആണ്, അത് ഞാൻ ഫ്ലിപ്പ് ചെയ്ത് 10,000 ആക്കിയിട്ടുണ്ട്. അതിന് ലൈവായിട്ട് ഞാൻ എല്ലാ വീക്കിലും അപ്ഡേറ്റ് ചെയ്ത് റിയൽ അക്കൗണ്ടാണ്, പെപ്പർസ്റ്റോണിന്റെ റിയൽ അക്കൗണ്ടാണ്. അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ആ സർവർ നമുക്ക് ഫേക്ക് ചെയ്യാൻ പറ്റില്ല. പെപ്പർസ്റ്റോണിന്റെ റിയൽ പെപ്പർസ്റ്റോണിന്റെ ആ അക്കൗണ്ടിൽ ഫ്ലിപ്പ് ചെയ്ത് കാണിച്ചായിരുന്നു. ഇതൊക്കെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. എന്ന് പ്രോഫിറ്റ് ആകാൻ പറ്റും? ഒരിക്കലും ഇല്ല. പിന്നെ അതൊക്കെ അവർ ട്രസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ അത് ആ രീതിയിൽ ട്രസ്റ്റ് ചെയ്ത് എന്താന്ന് വെച്ചാൽ ചെയ്യാന്നുള്ളതാണ്. ഒന്നും ചെയ്യാൻ എനിക്ക് ഇതിനുള്ള കാര്യം റിസൾട്ട്. എനിക്ക് തന്നെ ഇത് ഡൗട്ടായിരുന്നു, ഇത് എല്ലാവരും പ്രോഫിറ്റബിൾ ആക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ടൈം എടുത്ത് അത്രയും സ്പെൻഡ് ചെയ്ത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഇതാണ്, ഇത്രയും ഫണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. വർക്ക് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പറയുന്ന കാര്യം അതിപ്പം വർക്ക് ചെയ്യാത്തവർക്കും വർക്ക് ചെയ്തവർക്കും മനസ്സിലാവുന്നുണ്ട് നമ്മുടെ ഇതിനകത്ത്. വർക്ക് ചെയ്യാതെ ഇപ്പൊ ഇതിൽ പറയാൻ പോയാൽ ഈ ഡോക്ടർ പഠിക്കുന്ന ഒരു 5 വർഷം പഠിച്ച് വീണ്ടും 3 വർഷം എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് അത് ശേഷമാണ് നല്ല സാലറി ഒക്കെ മേടിക്കുന്നത്. എഞ്ചിനീയർ ആയാലും അങ്ങനെ തന്നെ. ഇപ്പൊ ഞാൻ പഠിച്ച എന്റെ പ്രൊഫഷണൽ ആയാലും അങ്ങനെ തന്നെ. ഇപ്പൊ ഞാനൊക്കെ എനിക്ക് 10 വർഷം എക്സ്പീരിയൻസ് ഉണ്ട് എന്റെ ഫീൽഡിൽ, എന്നിട്ട് ഞാൻ ഒരു ലെവൽ സാലറിയിലാണ് നിൽക്കുന്നത്. ഇപ്പൊ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ ഇത്ര രൂപ ഉണ്ടാക്കാൻ പറ്റിയ പ്ലാറ്റ്ഫോം ഇല്ല. എന്ത് പറയാനാ, ഏതൊരു ജോലിക്ക് പോയാലും നമുക്ക് അതിന്റെ എക്സ്പീരിയൻസ് കാണും. ഒന്നുമില്ല. അതെ അതെ അതെ, ഉറപ്പാണ്. ഇത് ചവിട്ടി തുപ്പോ, ഇത് കോരി വാരി എടുക്കും. അവിടെ മുടി നരച്ചിരിക്കത്തേ ഉള്ളൂ, നമ്മുടെ കുടുംബവും കുട്ടികളും പോയിരിക്കും. പിന്നെ കണ്ട ടെൻഷനായി മുടിയൊക്കെ നരച്ചിരിക്കുന്നത്. ഇനിയിപ്പോ ടെൻഷൻ അടിക്കുന്നതല്ല, ഇനി എന്തോ ടെൻഷനാ, ഇനി ഒന്നുമില്ല. ഇനി നമ്മള് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പടി വെട്ടിക്കൊണ്ടിരിക്കുക. ടൈം കൊടുക്കുക, പെയ്യെ സ്കെയിലും ചെയ്യുക. അതെ അതെ അതെ, അത്രേ ഉള്ളൂ. ഒറ്റയടിക്ക് ചാടിപ്പോയാൽ ഉറപ്പാണ് താഴെ വീഴും. ഇതിനകത്ത് നിങ്ങൾക്കിപ്പം നിങ്ങളുടെ എല്ലാവർക്കും ഇപ്പം മനസ്സിലായിട്ടില്ലേ എന്താണ് സൈക്കോളജി? ഇപ്പൊ ഞാൻ ഇന്നിട്ട ഇത് തന്നെ 20% ഉള്ള സ്കില്ല് ഇവിടെ, ബാക്കി 80% നമ്മുടെ സൈക്കോളജിയാണ്. ഇത് വൺസ് ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തവനും വൺസ് ഇതിന്റെ പ്രോബബിലിറ്റി മനസ്സിലാക്കിയവനും മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. അല്ല, ഈ മൈൻഡ് സെറ്റ് നമുക്ക് സബ് കോൺഷ്യസ്ലി കയറ്റണം. ഈ സംഭവം അതാ പറഞ്ഞില്ലേ ഇടയ്ക്ക്, ഇത് സബ് കോൺഷ്യസിലേക്ക് കയറ്റാണ്ട് നമുക്ക് നടക്കത്തില്ല. 10 ദിവസം പ്രോഫിറ്റ് ആയിരിക്കും, ഒറ്റ ട്രേഡിൽ എല്ലാം പോകും. പിന്നല്ലാണ്ട് ആ ഒരു ഒറ്റ ട്രേഡിൽ ഇപ്പം ഒരു ചെറിയ എന്താണ് ഇപ്പൊ ആ ഒരു ഒറ്റ ട്രേഡിൽ നമ്മൾ എന്തെങ്കിലും എന്താണ് ഇമോഷണലി ഇരിക്കാന്ന് വെച്ചോ, നമ്മൾ റിസ്ക് ഒന്നും നോക്കാതെ നെക്സ്റ്റ് ട്രേഡുകളെല്ലാം എടുത്ത് വാഷ് ഔട്ട് ചെയ്ത് കളയും. അതെ 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 അതെ. ഇതിനകത്ത് ഇപ്പൊ നമ്മുടെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പും ഇതായിരുന്നു നിങ്ങളുടെ സബ് കോൺഷ്യസിൽ ഈ സാധനം ഇൻജെക്ട് ചെയ്യാന്നുള്ള. അല്ലാണ്ട് ഞാൻ വന്ന് പറയുക, ഇപ്പൊ ഞാൻ എന്തോരം റീൽ ഇടുന്നു, എനിക്ക് വേണമെങ്കിൽ എന്റെ സിസ്റ്റം ഇൻസ്റ്റാഗ്രാമിൽ വെറുതെ കൊടുക്കാം, ഒരുത്തനും എടുക്കാൻ പോകുന്നില്ല. വെറുതെ കൊടുത്താൽ ആരും പഠിക്കത്തില്ല. ഫ്രീ ആയി കിട്ടുന്ന സാധനം ആരും വിശ്വസിച്ച് എടുക്കാനാണ്. അതുകൊണ്ട് തന്നെയല്ലേ നമ്മൾ പേയ്മെന്റ് ചെയ്തത്. ഇത് ആദ്യത്തെ സമയത്ത് നമ്മുടെ മെയിൻ യൂട്യൂബിലെ ചാനലുകൾ എടുത്ത് ഇപ്പൊ ബ്രോ എന്ന് കേട്ട് നോക്കിയാൽ മനസ്സിലാവും ഞങ്ങൾ എന്താണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് വന്ന് ഫ്രീ ആയിട്ട് പറയുന്നോണ്ട് ഇവന്മാര് കേട്ടുവിടും. പേയ്മെന്റ് ഉണ്ടല്ലോ കൂടി ഇരുന്നോളും. ഇപ്പൊ നമ്മുടെ ആ ഇതിനകത്ത് തന്നെയാണെങ്കിലും പൈസ തരാതിരിക്കുന്നവരുണ്ട്. നമ്മൾ അതിനകത്ത് പകുതി പൈസ തന്നിട്ടിരിക്കുന്നവരുണ്ട്, പൈസ തരാതിരിക്കുന്നവരുണ്ട്. നമ്മൾ പൈസ അവരോട് പുറകെ നടന്നിട്ടൊന്നുമില്ല. എപ്പോഴും പറയുന്നത് ചെയ്യാം. ഇത് പേയ്മെന്റ് തന്നാൽ മാത്രമേ നമുക്ക് അതിനകത്തൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് അതെ, ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ഒരു 2-3 മാസം കൂടുമ്പോ 50 പേരെ 20 പേരെ വെച്ച് പിടിക്കാം. ഞാൻ വെറുതെ ഇതുപോലെ റീൽ ഇട്ടിട്ട് എനിക്ക് ഇഷ്ടം പോലെ ആൾക്കാർ മെസ്സേജ് അയക്കുന്ന പരിപാടി അത്. എനിക്ക് ഒരു 40 രൂപ വെച്ച് ഈ പിടിച്ചിട്ട് എന്താണ് കൂടിപ്പോയ ഒരു 8 ലക്ഷം രൂപ കിട്ടുമായിരിക്കും. ഇതുവരെ 8-6 ലക്ഷം രൂപ കിട്ടിയത് എനിക്ക് ഒരു ടി പി ഇല്ല നമ്മുടെ ഒരു അക്കൗണ്ടിന്റെ. അതാ പറഞ്ഞേ, അത് നമ്മുടെ ഒരു ടി പി ഇല്ല. അത്
അതെ പറയാണ് ഇപ്പൊ ഫ്ലിപ്പ് ചെയ്തത് തന്നെ കണ്ടാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ നമ്മൾ എങ്ങനത്തെ ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇടയ്ക്ക് ഇതൊന്നും ആർക്കും മനസ്സിലാവില്ല. ഇടയ്ക്ക് ഞാൻ ഒരു കമന്റ് ഇട്ടായിരുന്നു ഒരു യൂട്യൂബറിന്റെ, മറ്റേ പുള്ളിക്കാരൻ 3+ ഇയേഴ്സിന്റെ PNL ഇട്ടിട്ടുണ്ട് പോയി നോക്കുന്നൊക്കെ. അപ്പൊ ഞാൻ പോയി നോക്കിയപ്പോ അതെ ഞാൻ അതിന്റെ താഴെ കമന്റ് ഇട്ട്, നിങ്ങൾക്ക് ട്രേഡിംഗിൽ കിട്ടിയ പ്രോഫിറ്റിനേക്കാളും കോഴ്സ് സെല്ല് ചെയ്ത് വിറ്റിയ പൈസ ആണല്ലോ കൂടുതലും. അതെ ഇപ്പൊ ഈ കോഴ്സ് സെല്ല് ചെയ്ത് വിറ്റല്ലേ, ഓക്കെ അവരുടെ PNL മാത്രമാണ് അവരുടെ സ്റ്റുഡൻസിന്റെ റിസൾട്ട് കാണിക്കട്ടെ. എടുത്ത് ഇപ്പൊ ഒരു 100 പേര് എടുത്തിട്ടുണ്ട്, എത്ര പേര്? എനിക്കൊരു 60 പേര് പ്രോഫിറ്റുകളാണ് മതി, അല്ലെങ്കിൽ ഒരു 70 പേര് അതെ അതെ കാണിക്കുക. അതെ അതെ നമ്മൾ എടുക്കുക, നമ്മൾ കാണിച്ചു കൊടുക്കാം. അതെ കാണിച്ചു കൊടുക്കാം. നമുക്ക് അതേ ഉള്ളു ചെയ്യാൻ, അല്ലാണ്ട് നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് പറയാമല്ലോ കാണിച്ചു കൊടുക്കാതെ. പിന്നല്ലാണ്ട് ഉറപ്പായിട്ടും നമ്മളെല്ലാരും വിളിച്ചിരുത്തും. എല്ലാരും വിളിച്ചിരുത്തും, ചോദിക്കും, അത്രേ ഉള്ളൂ നമുക്ക് ചെയ്യാം. അല്ലാണ്ട് നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഇത്. ഞാൻ സൈലന്റ് ആയിരുന്നു കഴിഞ്ഞ ഒരു വർഷം. ഒരു മെസ്സേജില്ല, ടെലിഗ്രാമിൽ മെസ്സേജ് ഇല്ല, യൂട്യൂബ് വീഡിയോസ് ഇട്ടിട്ടില്ല, ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇട്ടില്ല. ഐ ജസ്റ്റ് വാണ്ട് ടു പ്രൂവ് ഞാൻ അല്ല ചെയ്തത്. അത് വേറെ ആരെയല്ല, എനിക്ക് പ്രൂവ് ചെയ്യണമായിരുന്നു എന്നെ. ഞാൻ എടുത്ത ഡിസിഷൻ റോങ് ആയിരുന്നു എന്നുള്ളത്. സോ ഐ പ്രൂവ്. അതെനിക്ക് മനസ്സിലായി നല്ല രീതിയിൽ. എനിക്ക് അതിനകത്ത് സാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. അല്ല ഇതിലിപ്പോ അല്ലല്ല ഫുഡൊക്കെ ഇനി തന്നെ കഴിക്കണം. ഓക്കെ ഞാൻ ഇതിൽ വന്നില്ലെങ്കിൽ ഇപ്പോൾ വീണ്ടും ഞാൻ ഇങ്ങനെ മറ്റേ ഒരു ഹൈവേയിൽ കൂടെ പല റോഡൊക്കെ ഇങ്ങനെയല്ലേ, ഈ റോഡ് ഇങ്ങനെ ചുറ്റി വീണ്ടും ആ ഹൈവേയിൽ തന്നെ വരും. അങ്ങനെ പോയിക്കൊണ്ടിരുന്നേനെ. കറക്റ്റ് വേ കിട്ടി. കറക്റ്റ് ആൾക്കാരുടെ കൂടെ ഇരുന്നില്ല എന്നുണ്ട്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് എനിക്ക് കറക്റ്റ് ആൾക്കാരുണ്ടായിരുന്നു എന്റെ കൂടെ. ഞാൻ അങ്ങനെയാണ് ഇതടിച്ചത്. അല്ലാണ്ട് എനിക്ക് ഇതറിയാം, ഇത് ഒരു രീതി ആൾക്കാരുടെ മൈൻഡിലേക്ക് എത്തൂല. ഇത് ഒരാളുടെ കൂടെ ഇരുന്ന് ചെയ്യണം. അതെ അത് ഉറപ്പാണ്. ഇതിപ്പോ അവര് പഠിച്ചെടുത്താലും ഇത് 1 മാസം ചെയ്യും. 3 ലോസോ 4 ലോസൊക്കെ കിട്ടുമ്പോൾ വീണ്ടും തിരിച്ചു പോകും, വേറെ ഏതെങ്കിലും നോക്കി പോകും. അതെ ഉറപ്പാണ്. അത് നോർമൽ ഹ്യൂമൻ അങ്ങനെയാണ്. അതെ അത് ഇപ്പോഴാണേലും എനിക്ക് മിസ്റ്റേക്കുകൾ വരില്ല എന്നല്ല, നമുക്കറിയാം അതെങ്ങനെ പ്രൂവ് ചെയ്ത്, അതെങ്ങനെ തിരിച്ചു പിടിക്കണം, അതെന്ത് ചെയ്യണം, എന്റെ മിസ്റ്റേക്ക് എന്താണ്. അല്ല ഇപ്പൊ മിസ്റ്റേക്ക് പറ്റിയാലും നമുക്ക് അത് സങ്കടമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ കൺഫേം ആണ്. നമുക്ക് അടുത്തതില് ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. അത് നമുക്ക് കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ചെയ്തു ഞാൻ എന്താവോ എന്നുള്ള കാര്യം എനിക്ക് നല്ലപോലെ അറിയാം. ഉറപ്പുണ്ട്, നമുക്ക് എന്തായാലും കിട്ടും. അതാണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ നോക്കി. അതെ. അപ്പം നമുക്ക് നിർത്തിയാലോ? ഇപ്പൊ തന്നെ എത്രയായി? 40 മിനിറ്റ് എന്തായി? ഓക്കെ 40 മിനിറ്റ് ആയി. ഓക്കെ എന്നാ പെയ്യാൻ ഞാനിത് അപ്ലോഡ് ചെയ്യാം. എല്ലാവരോടും അന്വേഷണം പറയാം, വീട്ടിൽ എല്ലാവരും ഹാപ്പി ആയിട്ട് പറയാം. ഓക്കെ താങ്ക് യു വെരി മച്ച്. ഗുഡ് നൈറ്റ് ബ്രോ.